അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവാഗതനായ നിഖിൽ നാഗേഷ് ഭട്ടിൻ്റെ ഡയറക്ഷനിൽ ലക്ഷ്യ, രാഘവ് ജുവൽ, ആശിഷ് വിദ്യാർത്ഥി എന്നിവർ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കിൽ. ഇന്ത്യാസ് മോസ്റ്റ് വയലന്റ് മൂവി എന്ന ലേബലിൽ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കരൺ ജോഹറിൻ്റെ അണ്ടറിൽ വരുന്ന ധർമ്മ പ്രൊഡക്ഷൻസ് ആണ്. തൻ്റെ കാമുകി തുലിക മറ്റൊരാളുമായി എൻഗേജ്ഡ് ആയതറിഞ്ഞ കമാൻഡോ അമൃത് തുലികയും ഫാമിലിയും യാത്ര ചെയ്യുന്ന ഡൽഹി ട്രെയിനിൽ കയറുന്നതും ആ ട്രെയിൻ ഒരു കൂട്ടം ഗുണ്ടകൾ ചേർന്ന് ഹൈജാക്ക് ചെയ്യുന്നതും അതിനുശേഷം നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടായി വരുന്നത്. തുടക്കം മുതൽ അവസാനം വരെ സ്ട്രെയിറ്റ് ലൈൻ പോകുന്ന സിനിമയുടെ സെല്ലിംഗ് പോയിൻ്റായ ആക്ഷൻ സീനുകൾ മികച്ചതായാൽ മാത്രമേ സിനിമ മുഴുവനായും വർക്കൗട്ട് ആകുമായിരുന്നുള്ളൂ. അത് വളരെ കൃത്യമായി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ഡയറക്ടറായ നിഖിൽ നാഗേഷ് ഭട്ടിന് സാധിച്ചു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. കൂട്ടിന് കിടിലൻ പെർഫോമൻസുമായി നായകൻ ലക്ഷ്യയും ആക്ഷൻ രംഗങ്ങളും ഇമോഷണൽ രംഗങ്ങളും മികച്ചതാക്കി മുന്നേറിയപ്പോൾ ഒരേ സമയം ഈവിളും കോമഡി പഞ്ചും നിറച്ചുകൊണ്ട് കട്ടയ്ക്ക് തന്നെ രാഘവ് ജുവലും തൻ്റെ റോൾ ഗംഭീരമാക്കിയെന്ന് വേണം പറയാൻ. നായികയായി വന്ന താന്യ കനികട്ടല സിനിമയെ ഇമോഷണലി ഹുക്ക് ചെയ്യുന്നതിൽ സഹായിച്ചപ്പോൾ ആശിഷ് വിദ്യാർത്ഥി, ഹർഷായ തുടങ്ങിയ സീസൺഡ് ആക്ടേഴ്സ് തങ്ങൾക്ക് കിട്ടിയ റോളുകൾ ഭംഗിയായി തന്നെ സിനിമയിൽ പെർഫോം ചെയ്ത പോലെ എനിക്ക് തോന്നി. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവുകളെന്നായ ആക്ഷൻ സീനുകളിലെ ബെഡ്ഷീറ്റ് സീനുകൾ എൻഗേജിങ്ങും ഇൻട്രസ്റ്റിംഗുമാക്കുന്നതിൽ സ്റ്റണ്ട് ഡയറക്ടേഴ്സായ സെയിങ് ഓയും പർവേസ് ഷേഖിൻ്റെയും സ്റ്റേജിങ്ങും എക്സിക്യൂഷനും വഹിച്ച പങ്ക് വളരെ വലുതായി തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ VFX, ക്യാമറ, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം കയ്യടി അറിയിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിൻ്റെ കൂടെ റാഫെ മഹമ്മൂദിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ശിവകുമാർ പണിക്കർ നിർവഹിച്ച എഡിറ്റിങ്ങും സിനിമയുടെ മൂഡിനെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഓവർ സ്കോർ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്ന മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് പക്ഷേ വളരെ ഡിഫറൻ്റ് ആയ ഒരു ഇൻസ്ട്രുമെൻ്റൽ അപ്രോച്ചാണ് സിനിമയ്ക്കായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. വിക്രം മോൺട്രോസ്, ശശ്വന്ത് സച്ദേവ്, ഹരുൺ ഗാവിൻ തുടങ്ങിയ ടാലൻസ് ചേർന്ന മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഭംഗിയാക്കിയെന്ന് വേണം പറയാൻ. ഇൻ കൺക്ലൂഷൻ, അല്പം ഡ്രാഗിങ് സീനുകളും വർക്കൗട്ട് ആകാതെ പോയ ചില കോമഡി സീനുകളും ഒഴിച്ചാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രോമിസ് ചെയ്ത പോലെ ഇമോഷണലി കണക്ട് ആക്കുന്ന ഇന്ത്യാസ് മോസ്റ്റ് വയലന്റ് മൂവീസിൻ്റെ ഗണത്തിൽ പെടുത്താൻ സാധിക്കുന്ന സിനിമ തന്നെയാണ് കിൽ എന്നാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.